ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് ഉള്ളത്. കേസ് നടത്തുന്നതായി പറയപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയാണ്. രണ്ടാമതായി ഉള്ളത് സേവ് ഹൈറിച്ച് ഫോറം എന്നുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഈ രണ്ടാളും ഹൈക്കോടതിയിൽ കക്ഷി ചേരുകയും കേസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് പേരിന് കമ്പനിയാണ് കേസ് നടത്തുന്നത് എന്ന് പറയെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ചേർന്നാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയോളമായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസ് നീണ്ടു പോകുന്നതിൽ ചിലർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ട്. അത് കമ്പനി മാനേജ്മെന്റ് എന്ന് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഇതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രതാപൻ ജയിലിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ചെയ്യുന്നത് കമ്പനിയുടെ CEO ആയ ശ്രീമതി ശ്രീനാ പ്രതാപനാണ്. എന്നാൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് രണ്ടുപേരാണ്. അജിത് ഷാജി, റിജു റാഫേൽ എന്നിവരാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഹൈക്കോടതിയിൽ എവിടൊക്കെ കേസ് ഇടണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്ത് വക്കീലന്മാരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇവർ പ്രവർത്തിക്കുന്നതായാണ് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അപ്ഡേറ്റുകളും വരാൻ പോകുന്ന കേസുകളെക്കുറിച്ചും വരാൻ പോകുന്ന ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ ആദ്യമേ അവിടെ അങ്ങനെ ഒരു കേസ് ഇടാൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു കേസ് ഇടാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഗ്രൂപ്പിലൂടെ പങ്കുവെക്കുന്നത് നമ്മളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കേസ് ഹൈക്കോടതിയിലെ ബെഞ്ച് മാറിയതിന് ശേഷം ഇവരുടെ ആത്മവിശ്വാസം ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഈ ട്രഷറിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിക്കാർ ഇവരെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേസിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കേസ് തോറ്റുപോയി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർ 2 പേരിൽ മാത്രമായിരിക്കുമെന്നാണ് ബാക്കി എല്ലാവരും പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കേസ് ഡിസൈൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും എല്ലാം തന്നെ ഇവരാണ്. അതുകൊണ്ട് തന്നെ കേസ് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവരിലേക്കായിരിക്കുമെന്ന് ഇപ്പോഴേ സൊസൈറ്റിക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മെല്ലെ പിൻവാങ്ങാൻ, ഇത് ആരെങ്കിലും തലയിൽ വെച്ചു കൊടുത്ത് പിൻവാങ്ങാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഈ വരാൻ പോകുന്ന കുറച്ച് കേസുകളെ കുറിച്ചാണ്. അടുത്ത 2-ാം തീയതിയാണ് പ്രധാനമായും ഇനി കേസുള്ളത്. OTTയിൽ സിനിമ കൊടുത്ത് അദ്ദേഹത്തെ യാതൊരുവിധ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാതെ അയാളുടെ പോലും അനുവാദമില്ലാതെ എഗ്രിമെൻ്റ് പോലും ലംഘിച്ചുകൊണ്ട് OTTയിൽ നിന്ന് പിൻവലിച്ചു എന്നുള്ള ആ ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നുള്ള ഒരു കേസാണ്. രാജേന്ദ്രൻ എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലാണ് തോന്നുന്നു, ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ്. അത് വരുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. പിന്നെ വരുന്നത് ഡിസംബർ 4-ാം തീയതി ബഡ്സ് അപ്പീലും അതുപോലെ തന്നെ കെട്ടിട ഉടമ നൽകിയ ഹർജിയുമാണ്. അത് 4-ാം തീയതിയാണ്. പിന്നെയുള്ളത് EDയുടെ ജാമ്യം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് 16-ാം തീയതി ഉണ്ട്.
19-ാം തീയതി ബഡ്സ് കേസിന് ആധാരമായിട്ടുള്ള FIRകളും അർജുൻ NSന്റെ FIRകളും മറ്റും റദ്ദാക്കണം എന്ന് പറയുന്ന കാര്യങ്ങളും വരുന്നുണ്ട് 19-ാം തീയതി. അതിനിടയ്ക്ക് 9-ാം തീയതി ക്രിപ്റ്റോ കേസും പിന്നെ ഒരു കേസും കൂടിയുണ്ട്. അതും അടുത്ത മാസം തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേസുകൾ, ഹൈക്കോടതിയിൽ ഇവർ കൊടുത്തിരിക്കുന്ന കേസുകൾ. എന്തായാലും കാത്തിരുന്ന് കാണാം ബഡ്സ് കേസിൽ എന്തായിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ ജഡ്ജ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരുന്ന ആഴ്ചയും ഇതിൽ കൂടുതൽ നിങ്ങൾക്കെല്ലാവർക്കും ക്ലാരിറ്റി കിട്ടും. എന്താണ് വിധി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടും എന്ന് മനസ്സിലാവുന്നു. ബൈ.